ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. ഞാൻ ദേ ഇപ്പോൾ എണ്ണീച്ച് കുളിച്ച് ഇനി നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ച് നമ്മൾ ഡ്രസ്സും മേക്കപ്പൊക്കെ ചെയ്തോളൂ, കാരണം ഇല്ലെങ്കിൽ ഡ്രസ്സിനകത്തൊക്കെ ആകും. അപ്പം നമുക്ക് പോയി കഴിക്കും. ഗൈസ്, ഇന്ന് കഴിക്കാനായിട്ട് നല്ല ചൂട് ബട്ടൂര, പിന്നെ നല്ല ബീഫ് കറിയാണ്. ഗൈസ്, ബീഫ് കറി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എല്ലാവരും ഉണ്ട്. ഗൈസ്, നമുക്ക് ഇനി കഴിക്കും. ഗൈസ്, ഇവിടെ ബട്ടൂരക്കടി ഇറക്കുകയാണ്. നല്ല ബീഫിൻ്റെ പീസും ഒക്കെ എടുക്കട്ടെ. ഈ ബീഫ് പീസ് എടുക്കാം. ഗൈസ്, അങ്ങനെ ഞാൻ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഗെറ്റ് റെഡിമി ഞാൻ ഷോർട്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതിൽ പോയി കാണുക. ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു കേട്ടോ. ഗൈസ്, ആരെയും കണ്ടില്ലെന്നെങ്കിൽ പറയണ്ട. അപ്പത്തെ ഡ്രസ് ഇട്ടിട്ടില്ല. കൊത്തണ എന്തിനാ? ഗൈസ്, ഞങ്ങളെ വീട്ടിലെ കോഴിയെ കണ്ടോ? ഇത് അമ്മമ്മാൻ്റെ വീട്ടിലെ കോഴിയാണ്. ഗൈസ്, കോഴി നമ്പർ 2. ഇനി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കൽ സെഷനാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കാൻ പോണത്. ഞാൻ എല്ലാവരും ഇത് ക്ലിപ്പ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ, ഫോട്ടോ എടുക്കുന്നതിൻ്റെയൊക്കെ. എൻ്റെ കൂടെ ഷെർലോക്ക് ഹോംസിൻ്റെ വൈഫുണ്ട്, കാണിച്ചു തരാം. ഗൈസ്, ഞാൻ ഐഷയ്ക്ക് നല്ല സെറ്റ് ഫോട്ടോസ് എടുത്തെടുത്തിട്ടുണ്ട്. പക്ഷെ അമ്മച്ചിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ? അഹങ്കാരം. ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഗ്രാൻഡ് പേരൻസിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് വീട്ടിലേക്ക് പോവുകയാണ്. ഗൈസ്, നെക്സ്റ്റ് വീട്ടിലേക്ക്. ഗൈസ്, ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി മട്ടൻ ബിരിയാണി ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീട്ടിൽ കുറേ പെരുന്നാളുകൾക്ക് ശേഷമാണ് തോന്നുന്നത് എന്താ മട്ടൻ ബിരിയാണി വെക്കുന്നത്. പണ്ട് ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എന്തെങ്കിലും ഇതുപോലെ പെരുന്നാളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മട്ടൻ ബിരിയാണി കമ്പൽസറി ആയിരുന്നു, ഒരു മസ്റ്റായിരുന്നു. പക്ഷെ നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷം കുറച്ച് നാളൊക്കെ നാട്ടിൽ വന്നതിന് ശേഷം എപ്പോഴും ബീഫാണ് പ്രിഫർ ചെയ്യാറ്. അപ്പോൾ ഒത്തിരി പെരുന്നാളുകൾക്ക് ശേഷമാണ് മട്ടൻ ബിരിയാണി വെക്കുന്നത്. നല്ല അടിപൊളി മട്ടൻ ബിരിയാണി ആയിരുന്നു. വാപ്പച്ചിയും ഉമ്മിച്ചിയും തിരക്കാവണ്ടെന്ന് കൊടുത്തിട്ട് ഇന്നലെ തന്നെ ബീഫൊക്കെ മേടിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ രാവിലെ ആ ബട്ടൂര ആകെ 2 കഴിച്ചുള്ളതുകൊണ്ട് വിശന്ന് കത്തിയിരിക്കുകയായിരുന്നു. എൻ്റെ കണ്ണ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും ഞാൻ പകുതി ഉറക്കില്ല അതിന്മേലെ ഇരിക്കുകയാണ്. പക്ഷെ മട്ടൻ ബിരിയാണിയുടെ ഒരു വായിലോട്ട് വെച്ചപ്പോൾ എൻ്റെ കണ്ണ് ശരിക്കും തുറന്ന്. അപ്പോൾ അടിപൊളി. ഗൈസ്, അങ്ങനെ നമ്മൾ തിന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കും. പിന്നെ നാളെ എനിക്ക് തിരിച്ച് തൊടുപുഴയ്ക്ക് പോകാനുള്ളത് കൊണ്ട് എൻ്റെ ഡ്രസ്സ് ഞാൻ ഇപ്പോഴാണ് വാഷിംഗ് മെഷീനിൽ എടുത്തിട്ട്, അതുകൊണ്ട് അത് നമുക്ക് ഡ്രൈ അതാവാൻ വേണ്ടിയിട്ട് വിരിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതുവരെ നമ്മൾ റെസ്റ്റ് എടുക്കുന്നതായിരിക്കും. ഗൈസ്, ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഗൈസ്, എനിക്ക് മെഹന്തി ഇടുന്ന അത്രയ്ക്ക് ഇഷ്ടമല്ല. പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, പക്ഷേ ഇപ്പം എനിക്ക് അത്രയും ഇഷ്ടമല്ല. ഐഷ നന്നായിട്ട് മെഹന്തി ഇടും. എവിടെ കൊളായെന്ന്? നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങോട്ട് തിരിച്ചേ. ഇത് ഇപ്പം ഇട്ടേ ഉള്ളൂ, ഇന്നലെ ഇട്ടത് കാണിച്ചാടാ. മെഹന്തിയുടെ പ്രശ്നം കാരണമാണ്. നല്ലപോലെ തിരിക്കി. ഐഷ അടിപൊളിയായിട്ട് മെഹന്തി ഇടാം. കഴിവ് എനിക്കും സൈനിപ്പിനും കിട്ടിയിട്ടില്ല, പക്ഷെ തിരിച്ച് ഐഷയ്ക്ക് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും പിന്നെ ഒന്നും കൂടെ ഡ്രസ്സ് ചെയ്ത് ഞാനും മേക്കപ്പൊക്കെ ഒന്നുകൂടെ ഇട്ട് ഇനി നമ്മൾ പുറത്തേക്ക് പോവാണ് ഗൈസ്. യെസ്, പുറത്ത് പോയിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. നമുക്ക് വാപ്പാനെ മുടിപ്പിക്കണം ഗൈസ്, അതാണ് എൻ്റെ മെയിൻ ഉന്നം. വാപ്പാനെ മുടിപ്പിക്കണം.
ഗൈസ് പിന്നെ ഇന്ന് ഒരു വലിയൊരു ഹൈലൈറ്റ് ആയിട്ടൊരു സംഭവം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പിച്ചിയുടെ എൽഡർ ബ്രദർ ആട്ടോ ഇത്. മൂത്താപ്പാനെയും പിന്നെ മൂത്തുമ്മാനെയും ഇത്താത്താനെയും കണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ വാപ്പിച്ചി അങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ, പക്ഷേ ബഹുമാനമാണ്, ഭയങ്കര ബഹുമാനമാണ്. കയ്യും കെട്ടി കുറച്ച് മാറി വയ്ക്കും. പിന്നെ ഞങ്ങളപ്പം കുറച്ച് ചായയും വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിരിയാണ് ചെയ്തത്. പിന്നെ എനിക്ക് ഒത്തിരി കസിൻസ് ഉണ്ട് ആ വാപ്പാടെ റിലേഷനിൽ, പക്ഷെ എല്ലാവരും ഭയങ്കര എൽഡറാണ്. ഇത്തായാണ് പിന്നെയും കുറച്ചും കൂടെ പ്രായം കുറവും പിന്നെ ഏറ്റവും കമ്പനി ഉള്ള ആളും. രണ്ട് സ്ഥലത്ത് പോകാൻ പറ്റുമോ? പക്ഷെ ജ്യൂസ് സ്ട്രീറ്റ് എന്താണെന്ന് അറിയാം, പെട്ടെന്ന് തീരും ജ്യൂസ് സ്ട്രീറ്റ്. പട്ടിക്കുഞ്ഞിനെ കണ്ടോ? ഇതെന്താ നമ്മളിത് ജ്യൂസ് സ്ട്രീറ്റിൽ വന്നിരിക്കണേ. ഇതും ഗൈസ് എനിക്ക് പാസ്ത കഴിക്കാൻ വേണ്ടി നല്ല ക്രേവ് ആവുന്നുണ്ട്. എങ്ങനെയെങ്കിലും പാസ്ത ഇന്ന് കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വീഡിയോ ഫുള്ള് കാണുമോ മനസ്സിലാവും. ഗൈസ് ഞാൻ എൻ്റെ ഒരു സബ്സ്ക്രൈബറൊക്കെ ഉണ്ട് ഗൈസ്. ഞങ്ങളിന്ന് ഞാൻ ഇങ്ങനെ ജ്യൂസ് സ്ട്രീറ്റിൽ ഇങ്ങനെ നടന്നു വരികയായിരുന്നു, കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട്. അന്നേരം എൻ്റെ ഒരു സബ്സ്ക്രൈബറൊക്കെ ഉണ്ട്, എന്താ ഇവിടെ വർക്ക് ചെയ്യുക, എന്താ പക്ഷെ തൃശ്ശൂരിൽ നിന്നാന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. വാപ്പിച്ചയും അമ്മച്ചയും ദേ എൻ്റെ സ്വന്തം വീഡിയോ അവരിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഗ്യാപ്പിൽ സൈനബ് ദേ ഒരു എന്താ സൈന ഇത് ഒരു ബ്രൗണി മേടിച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ട്, കൊള്ളോ? എന്നാ എനിക്ക് മഴയുണ്ട്, ചീറ്റിങ് കേട്ടോ. താങ്ക്സ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാണാൻ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് കാണാനായിട്ട്, കണ്ടോ? മുടി പോയി കഴിച്ച വേല ഒരു സ്പൂൺ കൂടെ കഴിച്ചു വെക്കാം. ഒരു സ്പൂൺ കൂടെ കഴിച്ചാലേ കറക്റ്റ് അറിയാൻ പറ്റുമോ. അടിപൊളി ഗൈസ്, വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രൗണീസ് ഞാൻ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റും ഭയങ്കര ക്രീമി ചോക്ലേറ്റി. ഗൈസ് ഞാൻ മുന്നേയും ഇവിടെ നിന്ന് തിന്നാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ചുള്ളിക്കല്ല് നിയർ ആബാദിൻ്റെ അവിടെയായിട്ട് എന്താ ഇങ്ങനെ കുറച്ച് കടകൾ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, സ്ട്രീറ്റ് പോലെ. അവിടെ ഒരു കടയിൽ നിന്നാണ് മേടിച്ചത്. കടയുടെ പേരെന്താ? കഫേ വേഫെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ്. ആ കാണുന്ന കട കണ്ടോ, അവിടെ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ സ്ട്രീറ്റ് പോലെ, ഇവിടെയൊക്കെ ഫുള്ള് ഫുഡാണ്, ഫുഡ് കോംപ്ലക്സ് ആണ്. അവിടെ ഫ്രൈഡ് ചിക്കൻ, ഇവിടെ ബർഗർ, ജ്യൂസ്. പിന്നെ ഇവിടെ ഒരു കട ഉണ്ട്, അത് അടച്ചിരിക്കുകയാണ് ഇന്ന്. ഷവർമ, തന്തൂരിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ഞാൻ കണ്ടോ എൻ്റെ യൂട്യൂബ് വീഡിയോ. ഗൈസ് അടുത്ത ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഐഷ ഒരു പീസ് ഞാൻ കഴിക്കൊള്ളൂ. ഒരു പീസ് നിങ്ങൾക്ക് രണ്ടുപേർക്കൂടെ? അല്ല, ഒരു പീസ് എനക്ക്, 2 പീസ് നിനക്ക്, ഒരു പീസ് സൈനാക്ക്, ഒരു പീസ് എനിക്ക്. എൻ്റെ പൊന്നോ എനിക്കൊരു കടി മതി. അതാ നല്ലത്. എൻ്റെ എച്ചി അനിയത്തിമാരുടെ സ്വഭാവം നിങ്ങൾ കാണണം. ഇതെന്താ, ഇത് ചിക്കൻ്റെ വിങ് തന്നെയാണോ? ഒരു വിങ് ഡിസ്ലൊക്കേറ്റ് ചെയ്തോളൂ. ചൂടുണ്ടേ? താങ്ക്സ്. ചിക്കൻ്റെ വിങ് ഇട്ടിട്ടുണ്ട്, പക്ഷെ നല്ല ചൂടുണ്ട്. ഇത് ഞാൻ ഒരു തവണ കഴിച്ചതാണ്, ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ എനിക്ക് ഓൾറെഡി അറിയാം ദിസ് ഇസ് ഗോണ ടേസ്റ്റ് റിയലി ഗുഡ്. ഗൈസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്, കാരണം അതിൻ്റെ ഉള്ളിൽ അവർ മറ്റേ നല്ല സ്പൈസി മസാല ഉള്ള കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചൂടുണ്ട്, ആവശ്യത്തിന് വലിപ്പമുണ്ടല്ലോ ഇതിന്. ഈ പീസ് നല്ല വലിപ്പമുണ്ടല്ലോ. ഗൈസ് എപ്പോൾ വേണമെങ്കിലും ദ്രവിച്ച് പൊട്ടി പോകുന്ന പാലത്തിൽ കൂടെ നമ്മൾ പതുക്കെ പൊക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വ്യൂ അത് അടിപൊളിയാണ് കേട്ടോ. ഞാനിവിടെ ചിക്കൻ കഴിക്കുന്നത് കാരണം സൈനബാണ് വീഡിയോ എടുക്കുന്നത്.
ഫ്രണ്ടിലോട്ട് എടുക്കുക, ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് എടുക്കുക. പാലം ആർക്കൊക്കെ മനസ്സിലായി എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇതേ എൻ്റെ വീഡിയോ. അപ്പുറത്തോട്ട് എടുത്തോ? ഐഷ ചിക്കൻ കഴിക്കായിരുന്നു ജസ്റ്റ്. നിർബന്ധിച്ച ആളിപ്പോ സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് ഐഷ ഡ്രൈവ് ചെയ്യാൻ പോകുന്നതാണ്. ഐഷ താത്തയ്ക്ക് ലൈസൻസ് ഉണ്ട്, പക്ഷെ വല്ലപ്പോഴേ ഡ്രൈവ് ചെയ്തുള്ളൂ. വാപ്പിച്ച് ഇതേ ഫ്രണ്ടിൽ പോയി കയറാൻ പോവാ. ഐഷ എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾക്ക് ഇറക്കിയെങ്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവൾ ഉത്തരവാദി അല്ലെന്നാണ് പറയുന്നത്. സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഓ എന്റെ പൊന്നു, ഇനിയും വേണോ? ഓക്കെ ഓക്കെ. വണ്ടി അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇൻഡിക്കേറ്റർ അറിയില്ലട്ടോ ബാബ ഇടുന്നേ. നമ്മളിതേ ഐലൻഡിൽ വന്നിരിക്കുകയാണ്. ഐലൻഡിൽ വേറെ ഏതോ സ്ഥലം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം നടക്കുകയാണ്. ഞാനാണെങ്കിൽ ഗൈസ് ഹീൽസ് ഇട്ടിട്ടാണ് വന്നത്. എൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലായോ? ഇത്രയും നടക്കാനുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ കാല് നല്ല വേദന എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൊതുകടിയും. എനിക്ക് ഇതുപോലൊന്നും ഇഷ്ടമേ അല്ല ഗൈസ്. ഇതാണ് ആ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞ സ്ഥലം. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. ഇവിടെ അത്ര ചൂടില്ല. ഇവിടെ നല്ല കാറ്റുണ്ട്. എൻ്റെ മുഖം സാധാരണ വെളിച്ചത്തിൽ കാണണം. ഒരു ലോഡ് എണ്ണ കിട്ടും, അതുപോലെ ഓയിലായിട്ടുണ്ട്. അങ്ങനെ നമ്മളിതേ വീട്ടിലെത്തി ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറി മുഖമൊക്കെ കഴുകിയപ്പോൾ സമാധാനമായത്. കാരണം ഞാൻ രാവിലെ ഇട്ട മസ്കാരയും ഇതൊക്കെയായിരുന്നു. ഞാനിത് ഇപ്പോഴാണ് കഴുകുന്നത് ഗൈസ്, ഇപ്പോഴാണ് കഴുകുന്നത്. ഇനി നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കാം, ബാക്കി പറ്റും ഗൈസ്. അപ്പം ഞാൻ ചോറും എടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല സവാളയിട്ട് തൈരും ഒക്കെ കൂടെ കുഴച്ചൊരു അടി അടിക്കണം. മസാലയൊക്കെ കൂടെ കുഴച്ച്. നിങ്ങളുടെ പെരുന്നാളും ഒക്കെ സെലിബ്രേഷനൊക്കെ എങ്ങനെ പോയി എന്ന് പറയാം. ഞങ്ങളുടെ ഇവിടെ നെയ്ബേഴ്സ് പടക്കം പൊട്ടിക്കാൻ വന്നാൽ അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നത്. ഞാനും പക്ഷേ ചെറുതായിരുന്ന സമയത്ത് കമ്പിത്തിരിയും പോപ്പ് എന്ന് പറഞ്ഞ സാധനം എറിഞ്ഞ പൊട്ടുന്ന അത് മേടിക്കുമായിരുന്നു പെരുന്നാളന്ന്. ആ സമയത്ത് പടക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പം അത്ര ഇൻട്രസ്റ്റിലെന്ന് മാത്രമല്ല ഒത്തിരി ഇഷ്ടമേ അല്ല. മറ്റേ ആകാശത്ത് പൊട്ടത്തില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ കണ്ടില്ലേലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഇതിൻ്റെ സൗണ്ട് ഭയങ്കര സൗണ്ടാണ്, എല്ലാവർക്കും അത് ഇഷ്ടം. പിന്നെ എനിക്ക് നാളെ രാവിലെ തിരിച്ച് തൊടുപുഴയ്ക്ക് പോകണം. ബിക്കോസ് എനിക്ക് വ്യാഴാഴ്ച തൊട്ട് എക്സാംസ് തുടങ്ങും. അതുകൊണ്ട് എനിക്ക് പോയാൽ ഞാൻ ഒരു ദിവസം ചെല്ലുന്ന ദിവസം കുറച്ച് ടയേർഡായിരിക്കും. അപ്പം അത്രയും ഞാൻ പഠിക്കില്ല. അപ്പം പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കിട്ടണം, ഉറങ്ങണം നന്നായിട്ട്. കാരണം ഞാൻ ഉറങ്ങാതിരുന്ന് പഠിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരാളാണ്. രാത്രിയൊക്കെ ആയിരിക്കും ഇരുന്ന് പഠിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദിവസം മുന്നേ പോകാമെന്ന് ഓർത്തു. പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സബ്സ്ക്രൈബറെ കണ്ടതാട്ടോ. കാരണം എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് എനിക്ക് റിയാക്ട് ചെയ്യണം, ഇങ്ങനെ സംസാരിക്കണ പോലെ അറിയത്തില്ലായിരുന്നു. പക്ഷേ വാസ് വെരി സ്വീറ്റ്. ഭയങ്കര നല്ലൊരു ഇതായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്കൊന്ന് ഇന്നല്ലേ ഇനി ഒരു 2 ആഴ്ചത്തേക്ക് ഞാൻ ഇതന്നെ ആലോചിച്ചെടുക്കും. അയ്യോ എൻ്റെ സബ്സ്ക്രൈബറെ കണ്ടേന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇന്ന്. എന്താണ് പക്ഷേ എനിക്ക് തോന്നുന്നു ആ സന്തോഷം കാണിക്കാൻ പറ്റിയില്ലേന്ന് ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷനാകും. ബിക്കോസ് ഞാൻ ഒരു ഇൻട്രോവേർട്ടാണ്, എനിക്ക് അത്രയ്ക്ക് സംസാരിക്കാനുള്ളൊരിതില്ല. പക്ഷെ ഞാൻ അതുകൊണ്ട് എനിക്ക് ആ ക്വസ്റ്റ്യന് ഞാൻ ഭയങ്കര ജാടയാണെന്നോ അതേപോലെ വിചാരിച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇറ്റ്സ് ഓൾവേസ് ഇങ്ങനെയാണ്. ഞാൻ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നും ഞാൻ
ജാടയാണെന്ന് വിചാരിച്ച് കാണുമോ ബിക്കോസ് എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ക്ലോസ് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങൾ മൊത്തമുള്ളത്. പക്ഷേ എൻ്റെ വീഡിയോസ് ദാറ്റ് പേഴ്സൺ കാണുന്നുണ്ടെങ്കിൽ ഐ ആം സോ ഹാപ്പി. പിന്നെ ഞാൻ പേര് പറയാത്തത് പ്രൈവസി ഇതാവണ്ടെന്ന് ഓർത്തിട്ടാണോ ഞാൻ പേര് പറയാത്തത്. പക്ഷേ ഐ ആം സോ ഹാപ്പി ഇഫ് യു ആർ സീയിങ് മൈ ഇഫ് യു വാച്ചിങ് മൈ വീഡിയോസ്. ഐ എം സോ ഹാപ്പി. എന്നോട് ഒന്നിങ്ങനെ സംസാരിച്ചത് വലിയ സന്തോഷം. അപ്പം ഞാൻ തീർക്കട്ടെ കേട്ടോ. ഇത് തീർത്തിട്ട് ബാക്കി എന്താ പരിപാടി നമുക്ക് നോക്കാം ഗൈസ്. അപ്പം ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നാളെ എനിക്കിനി എല്ലാം കുത്തിപ്പൊക്കി തൊടുപുഴയ്ക്ക് പോകണം. അപ്പോൾ എൻ്റെ ഈദിൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.